ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വിത്ത് സ്ട്രൈക്ക് ഫീൽഡ്. ഇന്നൊരു പോലീസ് എസ്കേപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഗ്യാങ് ഫണ്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഒരു വൈകുന്നേരമാണ്. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നത്. എൻ്റെ 2 സ്റ്റാർ ആയിട്ടുണ്ട്, പറപ്പിക്കാണ് ഞാൻ. ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ പിടിക്കാനൊന്നും അറിയില്ല. പക്ഷേ സ്ഥലം നല്ല വൈബ് സ്ഥലം. അച്ഛ നമ്മളെ കുറേയൊക്കെ വെടിവെച്ച് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറേ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് ഞാൻ പോട്ടെ. പക്ഷെ അവിടെ കൂടെ മുൻപ് വരാൻ വന്ന വലിയ വലിയ വണ്ടികളായിരിക്കും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫോറസ്റ്റിൻ്റെ ഒക്കെ വണ്ടികളല്ലേ, അതുപോലെ വലിയത് ജീപ്പൊക്കെ പോലത്തെ. ഇത് സിറ്റിയിൽ മാത്രം ഉണ്ടാവുക ഇങ്ങനത്തെ ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന പോലത്തെ കാർ. ഇപ്പം ഇപ്പോഴുള്ളതൊരു ഫോറസ്റ്റ് ഏരിയയിലാണ്. അങ്ങനെ അപ്പുറത്തോട്ടൊരു സ്ഥലമുണ്ട്. പക്ഷേ ഞാൻ ഈ മിഷൻസ് മൊത്തം ചെയ്യാത്തതുകൊണ്ട് ഞാനത് കുറേ കംപ്ലീറ്റ് ആക്കി. തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിഷൻസ് കുറേ ബാക്കിയാണ്. ഇവിടെ വന്ന് പറച്ചാൽ കൂടി രക്ഷപ്പെടാൻ തോന്നുന്നു. 2 സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ രക്ഷപ്പെടാൻ എനിക്കറിയില്ല. വലിയ വലിയ വണ്ടികളൊക്കെ ഇടിച്ച് വരുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്ക്. എനിക്ക് വന്നത് കറങ്ങി നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് തന്നെ എത്തുന്നു. ഞാൻ റോഡ് കണ്ടിട്ട് അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ വളഞ്ഞ് കയറി അതോ നമ്മൾ ജസ്റ്റ് കയറി വരികയാണ്. ഒരു വിഷയം നമുക്ക് അതിന് ടയർ കുടുങ്ങി. അപ്പുറം അടുത്ത വണ്ടി എന്തോ ഒരു കഷ്ടം. വണ്ടിന്ന് പോകാൻ നല്ല മഴയും വണ്ടിന്ന് പോക്കൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ഈ ഡ്രൈവിങ് അടിപൊളിയാണ്. അത് കട്ടിച്ച് പിടിച്ച് പറപ്പിക്കാണ്. അത് നോക്കി കാണാൻ പച്ച കത്തുന്നതിലാണ് ഞാൻ തൊടുന്നത്. ഞാൻ മൊത്തം ആക്സിലേറ്റർ അമർത്തി പിടിച്ച് പ്രാവശ്യം വിടുന്നില്ലേ. പക്ഷേ ഇവരെന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിൽ നൈസിന് അപ്പുറത്തോട്ട് കയറുന്നുണ്ടോ ഇതുപോലെ. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പം നമ്മൾ മേത്തട്ടിട്ട് നമ്മൾ മറിഞ്ഞടിച്ച് പോസ്റ്റൊക്കെ ആയിട്ട് പോകും. അതുപോലെ പണിയുണ്ട്. നമ്മൾ തിരിച്ച് നമ്മളെ സിറ്റിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം മറ്റേ പോലീസ് തന്നെ. ഇവിടെ കൂടുതലുള്ള ബൈക്കിൻ്റെ പോലീസും പിന്നെ ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന കാറിൻ്റെ പോലീസും മാത്രം. മറ്റേ പോലീസിനോട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം നമ്മളെ വീടിലേക്ക് പോകാനുള്ള വഴിയാണ് പോകുന്നത്. ഈ ഹൈവേ ഇപ്പം തീരും. ഇല്ല, കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ തീരും. അതുവഴി പോയി കഴിഞ്ഞാൽ ഹൈവേ തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ഹൈവേ പിടിക്കണം. ആ ഹൈവേ ഭയങ്കര ഡേഞ്ചറസ്. ഒന്ന് രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഈ 2 സ്റ്റാർ ആയിക്കുന്ന ഇങ്ങനെ രക്ഷപ്പെടാൻ എനിക്കറിയില്ല. ചിലപ്പോൾ ഇവരെ വണ്ടി കയറിയിരിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് ഇട്ട് കഴിഞ്ഞാൽ പറപ്പിക്കാൻ. ബൈക്കൊന്നും കാണുന്നില്ല. ബൈക്കുണ്ടെങ്കിൽ നമ്മൾ ഗോസ്റ്റ് റൈഡറിനെ പോലെ പറക്കും. ഞാൻ നോക്കുന്നില്ല. നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ വഴിയാണ്. നമുക്ക് മാപ്പിലൊക്കെ കാണാം. ബൈക്ക് ഇടിച്ചിടിച്ച് നമ്മളെ ചെക്കനും വരും തോന്നുന്നുണ്ട്. മച്ചനെ കയറാ. അയ്യോ, കുറച്ച് മുന്നോട്ട് അല്ല അപ്പുറത്ത് കൂടെ ചുറ്റുന്നു വേട്ടാവളയും. അവിടെ ഇപ്പുറത്ത് വഴി വാടാ. അതാണ് കയറി. ഇനി നമുക്ക് പറപ്പിക്കാം. പൈസ ഞാൻ വിട്ടു. ഭയങ്കര ലോങ് വീടാണ് തോന്നുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും കാണാൻ ശ്രമിക്കുക പ്ലീസ്. ഞാൻ റോങ്ങിലുള്ള. അപ്പോൾ എപ്പോൾ വേണേലും വണ്ടി ഒന്ന് ഇടിക്കും. ഇച്ചിരി ടാസ്ക്കാണ്. ജസ്റ്റ് തട്ടിയില്ല. അങ്ങനെ പോലീസ് വരാണ്ടെന്നാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇന്ന് രക്ഷപ്പെടുന്നത് എനിക്ക് പോലും അറിയില്ല. കഴിവേ നമുക്കതിന് ചുറ്റാം. പോലീസുകാരൊക്കെ ഉണ്ടെന്ന് വാർത്ത അപ്പുറത്ത് കൂടെ ഇറങ്ങി അവിടെ എത്തുന്നു.
നമ്മളാണ് ഇപ്പോൾ ഈ സിറ്റിയിൽ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്. നമ്മളെ ചെക്കനുള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി മറ്റേ വണ്ടിയുടെ ടയർ ഒട്ടിച്ചും എല്ലാം കൂടി കണ്ടാകും. മറ്റു വെടി വെക്കുന്നതുകൊണ്ട് നല്ല രക്ഷപ്പെടും. നിങ്ങൾക്ക് വരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, പിന്നെ കമൻറ്റും ചെയ്തോ. ഞാൻ നല്ല സ്പീഡ് പറയാം, അടുപ്പിച്ചു ഒന്നുമില്ല. ഇടിച്ച് ഞാൻ എത്തി നോക്ക്, ഇടിച്ചിടീല് എന്താ കണ്ണ് കാണൂലേ? അടുത്ത പോലീസുകാരാണ്. നമ്മളെല്ലാ ഗ്യാങ്ങിനെയും കൂടി കൂട്ടിട്ടൊരു വാനിൽ കയറിയിട്ട് യാത്രയാണ്. അതിൻ്റെ വീഡിയോ ആണെങ്കിൽ അതും കമൻറ്റ്. ഞാൻ എന്താ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നാണ്. ഇവിടെ ഇപ്പം മൊത്തം ഹൈവേ ചെയ്തുകൊണ്ടാണ് നമ്മളെന്ത് ഡെസ്റ്റിനേഷന് രക്ഷപ്പെട്ട് നമ്മളെപ്പോഴേ പിടിക്കപ്പെട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഉണ്ടായതുകൊണ്ട് ചത്തി നമുക്ക് ഹോസ്പിറ്റലിലുള്ള പൈസ മാത്രം കൊടുത്താൽ വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ബസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പൈസ കൂടുതലുണ്ട്. ഞാൻ എന്താ ഇപ്പം ചാവുന്നവരെ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് പോയിട്ട് ചോദിച്ചാൽ നമ്മളെങ്ങനെയൊക്കെ രക്ഷപ്പെടും എന്ന് തോന്നുന്നു. ഞാനിതുവരെ 2 സ്റ്റാറായിട്ട് ഇത്രയായിരുന്നു നിന്നിട്ടില്ല. ഇനി നമ്മൾ അൺലോക്ക് ആവാത്ത ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 4 സ്റ്റാർ വരെയാണ്. അതുകൊണ്ട് ഭയങ്കര പണി. എന്ത് ചെയ്യാനാണ്? മഴ വന്നിട്ടുണ്ട്. ഒരു ഫുൾ മൂൺ തിളങ്ങുന്നു വരെ. എൻ്റെ ബാറ്ററി തീരാണ് ഈ ഫോണിൻ്റെ. പക്ഷെ നമുക്കൊരു വിഷയമില്ല. എന്ത് നമ്മൾ പുറത്തേക്ക് സ്പീഡ്. ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എസ്കേപ്പ് ഫ്രം 2 സ്റ്റാർസ്. ഹൗ നിങ്ങൾക്കറിയുമോ? സ്ട്രീറ്റ് ലൈറ്റൊക്കെ നല്ല അടിപൊളി ജ്വലിച്ചിട്ടുണ്ട്. നമുക്ക് ബൈക്ക് സ്കില്ല് നമുക്ക് കൂടുന്നുണ്ട്. നമ്മൾ നേരത്തെ മറ്റേ വെടി വെച്ചിട്ട് സ്ഥലത്ത് ഇവിടെ നിന്നാണ് നമുക്ക് 2 സ്റ്റാറാണ്. 1 സ്റ്റാർ എന്ത് ചെയ്യാനാ? ഒന്നും പറയാൻ. ഏകദേശം നമ്മളപ്പോൾ നേരത്തെ ആ ഫോറസ്റ്റിൽ അടുത്താണ്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് മൊത്തം സിറ്റി മൊത്തം ഓടിക്കും. അപ്പം അതാണ് നമ്മൾ വേറെ വഴിയാണ് പോയോക്കാം. ഹൈവേ വിട്ട് അന്ന് വണ്ടി കുറവാണ്. അതുകൊണ്ട് ആവശ്യം മറ്റേ വലിയ വണ്ടി ഒറ്റമാർക്ക് ഇതുവരെ ഇങ്ങനെ ബൈക്ക് പോലെ വരാൻ ഭയങ്കര. പിന്നെ നമ്മളെ നന്നായി വെടി വെച്ചിട്ട് ടയറൊക്കെ പൊടിച്ചിട്ട് ഏകദേശം നമ്മൾ മറ്റേ കാട്ടിലെത്തിയിട്ട് ഇവിടെ നിന്ന് ഒരു റൈഡ് ഉണ്ട് ഗായ്സ്. ഇപ്പോൾ ഞാൻ ക്രഷായി പോയാണ്. അപ്പുറം ഇപ്പുറം കൂടി ഒരുമിച്ചൊന്ന് വിളിച്ചിട്ട് തീർന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ കറങ്ങി തിരിച്ചു പോകാൻ നോക്കാം. തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മറ്റേ കയറി ഇതൊരു വഴി. അത് നമുക്കൊരു വിഷയമല്ല. അതുകൊണ്ട് നമുക്ക് പോലീസിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ഹൈവേ ഇല്ല, സുഖത്തിൽ വിടാം. ഇതിൽ ആനിമൽസ് ഒന്നും ഇല്ല തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയുമെന്ന് കമൻറ്റ് ചെയ്യണേ. GTA San Andreas ആനിമൽസ് ഉണ്ടോയെന്ന്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ എന്താ ഹൈവേയിലോട്ട് ചാടാനാണ് ഇപ്പോൾ നോക്കുന്നത്. ഇവിടെ ഹൈവേ എത്താനായി തോന്നുന്നു. നമ്മൾ ഹൈവേ കയറാനായി. റെഡി 1 2 3 ചാടി. ഗൈസ് അവിടെ ഹൈവേ കയറിയുണ്ട്. ഇനി പറപ്പിക്കും. ഇവിടെ ഭയങ്കര പണി. പോലീസുണ്ട്. ഇവിടെ ഞാനൊരു മിഷൻ ചെയ്തിട്ടുണ്ട്, ഒരു കള്ളനെ പിടിക്കാനുള്ള. അതുകൊണ്ട് ഇവിടെ വഴിയൊക്കെ കുറച്ചൊക്കെ അറിയും. ഇവിടെ നിൽക്കൊരു പ്രധാന സാധനങ്ങൾ ചാടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം.
ഗ്ലിച്ച് എന്താക്കും അതാ മറ്റവനെ വെടിച്ചിട്ട് കൊന്നു. നമുക്ക് ഇനി എന്താ ഇവിടുന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കാം. ലൈഫ് വളരെ കുറവാണ്, പകുതിയുണ്ട് ലൈഫ്. ഇപ്പോൾ ഒരു ഗണ്ണിട്ടുണ്ട്, മറ്റേ ഷോർട്ട് ഗണ്ണാന്ന് തോന്നുന്നു. ഒറ്റ വെടിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഈ ഫോണിലെന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ചീറ്റൊന്നും അടിക്കാനാവില്ല. അതാണ് ഞാനിങ്ങനെ ഇതാക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പോലീസില്ലാണ്ട് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും. ഇപ്പം ഞാൻ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒളിച്ചെന്ന് കഴിഞ്ഞാൽ പോലീസ് വരുമല്ലേന്നാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോലീസൊന്നും വരുന്ന ലക്ഷണമല്ല. അപ്പം എങ്ങനെയാലും വഴിയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.